ഹലോ നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും BVK മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ യൂറിക് ആസിഡ് എന്നാൽ എന്താണ്, അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്, അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ യൂറിക് ആസിഡിൻ്റെ തോത് ശരീരത്തിൽ ക്രമീകരിക്കുന്നത് കിഡ്നിയാണ്. ഇപ്പോൾ നമ്മൾ ആരോടെങ്കിലും ഒന്ന് പറയുക, നമുക്ക് സന്ധിവേദനയുണ്ട്, അങ്ങനെ വേദനയായിട്ട് ഒട്ടും പറ്റുന്നില്ല, ഈ സൂചി കുത്തുന്ന പോലുള്ള വേദനയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ നാട്ടുകാർ പറയും യൂറിക് ആസിഡ് ഉണ്ടെന്ന് തോന്നുന്നു, അതൊന്ന് പോയി ചെക്ക് ചെയ്യാൻ പറയും. മറ്റു രോഗങ്ങളൊക്കെ പോലെ തന്നെ ഇപ്പോൾ ഇതും ഒരു സാധാരണ രോഗമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് യൂറിക് ആസിഡ്? അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ശരീരകോശങ്ങളിലുമുള്ള പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന പ്യൂറിൻ എന്ന ഘടകം ശരീരത്തിൽ രാസപ്രക്രിയയുടെ ഫലമായി ഉണ്ടാക്കുന്നതാണ് യൂറിക് ആസിഡ്. കിഡ്നിക്കുണ്ടാകുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടും കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുന്നതും യൂറിക് ആസിഡ് രക്തത്തിൽ വർദ്ധിക്കാൻ കാരണമാകുന്നു. അതുപോലെ മറ്റ് കാരണങ്ങൾ ലുക്കേമിയ, അർബുദ ചികിത്സയുടെ പ്രതിപ്രവർത്തനം എന്നിവ മൂലം ഇത് സംഭവിക്കാം. തൈറോയിഡിൻ്റെ പ്രവർത്തനം മന്ദിക്കുക, പാരാതൈറോയിഡ് അമിതമായി പ്രവർത്തിക്കുക, പൊണ്ണത്തടി, അതുപോലെ തന്നെ ശരീരത്തിൽ നിന്നും അമിതമായിട്ട് ജലം പുറത്തേക്ക് പോവുക, കൊഴുപ്പ് രക്തത്തിൽ അമിതമായി കൂടുക എന്നിവയൊക്കെ കാരണങ്ങളായി പറയപ്പെടുന്നുണ്ട്. ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് വർദ്ധിക്കുന്നത് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് നോക്കാം. രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുന്ന അവസ്ഥയെ നമ്മൾ ഹൈപ്പർ യൂറിസൈമിയ എന്ന് പറയുന്നു. യൂറിക് ആസിഡിൻ്റെ അളവ് രക്തത്തിൽ വർദ്ധിക്കുന്നത് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ക്രിസ്റ്റലുകൾ സന്ധികളിൽ അടിഞ്ഞുകൂടുന്നു. ചില സന്ധികളിൽ ചുവന്ന നിറത്തോടു കൂടിയ തടിപ്പ്, സൂചി കുത്തുന്നത് പോലെയുള്ള വേദന, മരവിപ്പ് തുടങ്ങിയവ ഉണ്ടാകുന്നു. ശരീരത്തിൽ യൂറിക് ആസിഡ് അമിതമായിട്ടുണ്ടാകുന്നത് അപകടകരമാണ്. യൂറിക് ആസിഡിൻ്റെ അളവ് ഉയരുന്നത് ചിലപ്പോൾ വാതത്തിനും കാരണമായി തീർന്നേക്കാം. അതിനാൽ ഇതിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. യൂറിക് ആസിഡ് അമിതമായി കഴിഞ്ഞെന്നാൽ പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ വൃക്കയിൽ കല്ലുണ്ടാകാം, അതുപോലെ തന്നെ വൃക്കയ്ക്ക് സ്തംഭനമുണ്ടാകാം. കൂടാതെ ഗൗട്ട് ആർത്രൈറ്റിസിനും ഇത് കാരണമാകും. ശരീരത്തിൽ അധികമായുള്ള യൂറിക് ആസിഡ് ക്രിസ്റ്റലുകളായി കാലിൻ്റെ പെരുവിരലിലെ സന്ധികളിൽ അടിഞ്ഞുകൂടുന്നു. ഇതുമൂലം 12 മുതൽ 24 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന അതികഠിനമായ വേദന ഈ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നു. കൂടാതെ നീർക്കെട്ടും വിരലനക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാക്കുന്നു. ഈ വേദന 2 മുതൽ 4 ആഴ്ച വരെ തുടരാം. കാലിൽ പെരുവിരലിൽ നിന്ന് ആദ്യം ഇതുണ്ടാകുന്നതെങ്കിലും പിന്നീട് കാലിൻ്റെ ഉപ്പൂറ്റി, കൈത്തണ്ട, വിരലുകൾ എന്നിവയിലും ഉണ്ടാകാം. ഈ രോഗാവസ്ഥയാണ് ഗൗട്ട്. ഉയർന്ന അളവിൽ യൂറിക് ആസിഡ് ഉണ്ടായാൽ അത് ഹൃദ്രോഗത്തിനും രക്തസമ്മർദ്ദത്തിനും കാരണമായേക്കാം. എന്നാൽ പ്രകൃതിദത്തമായ ചില വഴികൾ ഉപയോഗിച്ച് യൂറിക് ആസിഡ് നിയന്ത്രിക്കാം. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനുള്ള മാർഗ്ഗങ്ങളിൽ ഒന്നാണ് നാരങ്ങാവെള്ളം. നാരങ്ങാവെള്ളം പൊതുവെ ആസിഡ് അടങ്ങിയതാണെന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. എന്നാൽ ഇത് ശരീരത്തിലെത്തിയാൽ ആൽക്കലൈൻ ആകും. ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് ആ വെള്ളം കുടിക്കുന്നത് യൂറിക് ആസിഡ് കുറയാനായിട്ട് സാധിക്കും. ഇത് രാവിലെയാണ് ചെയ്യേണ്ടത്, വെറും വയറ്റിൽ. അങ്ങനെ ചെയ്താൽ കുറേയൊക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചെറിപ്പഴങ്ങൾ കഴിക്കുന്നതും ഇതിന് അത്യുത്തമമാണ്. ഉയർന്ന യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് ചെറിപ്പഴങ്ങൾക്ക് സാധിക്കും. ഇത് കൃത്യമായ ഇടവേളകളിൽ 10 മുതൽ 40 വരെ കഴിക്കുന്നത് നല്ലതാണ്. ഇത് എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കരുത്. ഇത് വാതരോഗത്തിനും ചെറിപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് മുട്ട. അതുപോലെ തന്നെ മുട്ട കഴിക്കുന്നതും യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് അത്യുത്തമമാണ്. അതിന് നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള മുട്ടകൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട്, അതായിരിക്കും അത്യുത്തമം. പിന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം നമുക്ക് ശരീരത്തിന് ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ്. ശരീരത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാണല്ലോ വെള്ളം. ശരീരത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിന് ദിവസം 2 മുതൽ 3 ലിറ്റർ വെള്ളം കുടിക്കുക. ധാരാളം വെള്ളം കുടിക്കുമ്പോൾ യൂറിക് ആസിഡ് വൃക്കയിൽ നിന്ന് മൂത്രമായി പുറത്തു പോകും. ഭക്ഷണക്രമത്തിൻ്റെ ഭാഗമായി കൃത്യമായ ഇടവേളകൾ ചെറിയ അളവിൽ വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുക. ദിവസം 8 ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ഒരാൾക്ക് ഗൗട്ട് പ്രശ്നം 40% വരെ കുറയുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.